ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ വരുന്ന പല ഇഷ്യൂസും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ന്യൂസുകളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളൊരു വ്യക്തിയെയാണ് പരിചയപ്പെടുക. മിഡീവൽ പീരീഡിൽ ഇവിടെ ജീവിച്ചിരുന്ന സാന്റ് രവിദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുക. അപ്പോൾ ഈ രവിദാസിനെ പരിചയപ്പെടുന്നതിന് ഒരു കറണ്ട് അഫയേഴ്സ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ട്. കാരണം ന്യൂസിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് വന്നിരുന്നു. ആ ന്യൂസ് നമുക്കൊന്ന് നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ്സ് ദ ന്യൂലി ഇൻസ്റ്റാൾഡ് ബ്രോൺസ് സ്റ്റാച്യു ഓഫ് സാന്റ് രവിദാസ് ഇൻ വാരണാസി. അപ്പോൾ ഈ സാന്റ് രവിദാസയുടെ ഒരു ബ്രോൺസ് സ്റ്റാച്യു വാരണാസിയിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു, ഇനാഗുറേറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ന്യൂസ്. അപ്പോൾ രവിദാസ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സാന്റ് രവിദാസ് എന്ന് പറയുന്ന വ്യക്തി മിഡീവൽ ടൈമിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Ravidas was an Indian mystic poet saint of the Bhakti movement during the 15th to 16th century CE. അപ്പോൾ മിഡീവൽ പീരീഡിൽ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഇവിടെ ജീവിച്ചിരുന്ന ഒരു മിസ്റ്റിക് പോയറ്റ് സെയിന്റ് ആയിരുന്നു രവിദാസ്. ഹി ബിലോങ്സ് ടു ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഭക്തി മൂവ്മെന്റിൽ ഇൻവോൾവ് ചെയ്ത അല്ലെങ്കിൽ ഭക്തി മൂവ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട സെയിന്റ് ആണ് ആര്? രവിദാസ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഭക്തി മൂവ്മെന്റ്, സൂഫി മൂവ്മെന്റ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട രണ്ട് ടോപ്പിക്കുകളാണ്. കാരണം സൂഫി മൂവ്മെന്റ് ഇസ്ലാം മതത്തിന്റെ ഒരു ലിബറൽ ഫോം ആണെങ്കിൽ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓൺ ദ അതർ ഹാൻഡ് ഹിന്ദുയിസത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ഭക്തി മൂവ്മെന്റ്. ഒരു റിഫോമിസ്റ്റ് മൂവ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഹിന്ദുയിസവും ഇസ്ലാമും ഒക്കെ വളരെ റിജിഡ് ആയിട്ടുള്ള ആചാര മര്യാദകൾ പാലിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൊരു ലിബറൽ വേയിൽ അവതരിപ്പിക്കുകയായിരുന്നു യഥാക്രമത്തിൽ നമ്മുടെ ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും ഒക്കെ. അപ്പൊ ഈ ഭക്തി മൂവ്മെന്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പ്രധാനപ്പെട്ട സെയിന്റ് ആണ് രവിദാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിനെ കുറിച്ച് ഹിസ്റ്റോറിയന്മാരുടെ ഇടയിൽ ഏക അഭിപ്രായമില്ല. പല ഹിസ്റ്റോറിയന്മാരും അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം പല ഇയറുകളായിട്ടൊക്കെ വ്യത്യാസപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ജനറലി 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ജീവിച്ചിരുന്ന ഒരു ഭക്തി മൂവ്മെന്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സെയിന്റ് ആണ് രവിദാസ് എന്ന് മനസ്സിലാക്കുക. He is considered as the spiritual teacher of the modern regions of ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പഞ്ചാബ് ആൻഡ് ഹരിയാന. അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ മുഴുവൻ ഒരു സ്പിരിച്വൽ ടീച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രവിദാസ് എന്ന് പറയുന്ന വ്യക്തി. നോട്ട് ഓൺലി ഫോർ ഹിന്ദുസ്, അതർ റിലീജിയൻസ് ലൈക്ക് സിഖ് മതം അടക്കമുള്ള റിലീജിയൻസിലൊക്കെ അവർ അംഗീകരിക്കുന്ന ഒരു ഗുരുവാണ് രവിദാസ് എന്ന് പറയുന്ന വ്യക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. He was a poet, social reformer and the spiritual figure. ഇപ്പൊ നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മിസ്റ്റിക് പോയറ്റ് ആണ്, ഒരു സോഷ്യൽ റിഫോമർ ആണ്. കാരണം ഭക്തി മൂവ്മെന്റിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ഫിഗർ ആണ്. അവരുടെ സ്പിരിച്വൽ ടീച്ചർ ആണ്. നോർത്ത് ഇന്ത്യക്കാരുടെ മൊത്തത്തിലുള്ള ഒരു സ്പിരിച്വൽ ടീച്ചർ ആയിട്ടാണ് അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ രവിദാസ് ഡിവോഷണൽ വേഴ്സസ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ സിഖ് സ്ക്രിപ്ചേഴ്സ് നോൺ ആസ് ഗുരു ഗ്രന്ഥ് സാഹിബ്. അപ്പം നമുക്കറിയാം സിഖ് മതത്തെ സംബന്ധിച്ച് അവരുടെ ഹോളി ടെക്സ്റ്റ് ആണ് ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത്. ആദി ഗ്രന്ഥമാണ്. ഗുരു നാനാക്കാണ് സിഖ് മതത്തിന്റെ സ്ഥാപകൻ. അപ്പൊ ആദി ഗ്രന്ഥ് സാഹിബിൽ അല്ലെ ഗുരു ഗ്രന്ഥ് സാഹിബിൽ ഈ രവിദാസിന്റെ ഡിവോഷണൽ പോയംസ് ഉണ്ട്. അപ്പൊ സിഖ് മതത്തിന് എത്രയധികം ഇദ്ദേഹവുമായിട്ട് അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിയന്മാർ വിശ്വസിക്കുന്നത് ഗുരു നാനാക്കിന്റെ കണ്ടംപററി ആയിരുന്നു രവിദാസ് എന്നും രവിദാസും ഗുരു നാനാക്കും തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുമാണ് ഹിസ്റ്റോറിയന്മാർ വിശ്വസിക്കുക. അതിന്റെ തെളിവായിട്ടാണ് അവർ കാണിക്കുക രവിദാസിന്റെ 41 ഡിവോഷണൽ പോയംസ് ഗുരു ഗ്രന്ഥ് സാഹിബിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഗുരു ഗ്രന്ഥ് സാഹിബിൽ രവിദാസ് എന്ന് പറയുന്ന ഈ സെയിന്റ് എഴുതിയ 41 പോയംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മുടെ ഗുരു നാനാക്കിനെ അടക്കം ഈ രവിദാസ്
ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ തന്നെ ദ പഞ്ച്വാണി ടെക്സ്റ്റ് ഓഫ് ദ ധാതു പാന്തി ട്രഡീഷൻ വിത്തിൻ ഹിന്ദുയിസം ഓൾസോ ഇൻക്ലൂഡ്സ് ന്യൂമറസ് പോയംസ് ഓഫ് രവിദാസ്. അപ്പൊ ധാതു പാന്തി ട്രഡീഷൻ എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിന്റെ ഒരു ഓഫ് ഷൂട്ടാണ്, അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന്റെ അകത്തുള്ള ഒരു സെക്റ്റാണ് ധാതു പാന്തി ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പഞ്ചവാണി ടെക്സ്റ്റ് എന്ന് പറയുന്ന അവരുടെ ഹോളി ടെക്സ്റ്റിലും ഇദ്ദേഹത്തിന്റെ ഒരുപാട് പോയംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത് സിഖ് മതക്കാരുടെ ഹോളി ടെക്സ്റ്റ് ആണ്. അതിൽ രവിദാസിന്റെ പോയംസ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഹിന്ദുയിസത്തിന്റെ ഭാഗമായ നോർത്ത് ഇന്ത്യയിലുള്ള ധാതു പാന്തി ട്രഡീഷനിലെ അവരുടെ ഹോളി ടെക്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പഞ്ച്വാണി ടെക്സ്റ്റിലും ഇദ്ദേഹത്തിന്റെ ധാരാളം കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു രവിദാസിയ റിലീജിയസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് തന്നെയുണ്ട്. രവിദാസിയ റിലീജിയസ് മൂവ്മെന്റ്. രവിദാസ് ഈസ് ദ സെൻട്രൽ ഫിഗർ വിത്തിൻ ദ രവിദാസിയ റിലീജിയസ് മൂവ്മെന്റ്. അപ്പൊ ശരിക്കും ഈ രവിദാസിയ റിലീജിയസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് സിഖ് മതത്തിന്റെ അകത്തുള്ള ഒരു സെക്ട് ആയിരുന്നു. 2009 വരെയും ഈ സിഖ് മതത്തിന്റെ ഉള്ളിലുള്ള ഒരു സെക്ട് ആയിട്ടാണ്, സിഖ് മതത്തിന്റെ ഒരു ഡിഫറെന്റ് സെക്ട് ആയിട്ടാണ് രവിദാസിയ റിലീജിയസ് മൂവ്മെന്റിനെ കൺസിഡർ ചെയ്യുന്നത്. അല്ലെ രവിദാസിയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രവിദാസിനെ ടീച്ചറായിട്ട് അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ടീച്ചറായിട്ട് അംഗീകരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാത്രം സ്പിരിച്വൽ ടീച്ചറായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ട്രഡീഷനാണ് രവിദാസിയ റിലീജിയസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സിഖ് മതക്കാരുടെ ഇടയിലാണ് ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. 2009 വരെ സിഖ് മതത്തിന്റെ ഒരു സബ് സെക്ട് ആയിട്ടാണ്, സിഖ് മതത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെക്ട് ആയിട്ടാണ് രവിദാസിയൻസ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം അതൊരു സെപ്പറേറ്റ് റിലീജിയൻ ആയിട്ട് തന്നെ ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ രവിദാസിയ റിലീജിയസ് മൂവ്മെന്റിന്റെ സെൻട്രൽ ഫിഗറും ഈ രവിദാസ് എന്ന് പറയുന്ന ഭക്തി സെയിന്റ് ആണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹിന്ദു മതത്തിലും സിഖ് മതത്തിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് രവിദാസ്, സെയിന്റ് രവിദാസ് ഓർ സാന്റ് രവിദാസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ 647ാമത് ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അത് കമ്മമറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വാരണാസിയിൽ അദ്ദേഹത്തിന്റെ ഒരു ബ്രോൺസ് സ്റ്റാച്യു ഇനാഗുറേറ്റ് ചെയ്തത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.